പേരൻസ് മൈൽ സ്റ്റോൺ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഓക്കെ, പേരൻസ് എല്ലാവരും മൈൽ സ്റ്റോൺസ് ചെക്ക് ചെയ്യുന്നത് ഗൂഗിളിൽ നിന്നായിരിക്കും. ഓക്കെ, ഈ ഗൂഗിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഓർഗനൈസേഷൻസും മൈൽ സ്റ്റോൺസ് ഇട്ടിരിക്കുന്ന ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് സ്പീച്ച് മൈൽ സ്റ്റോൺസും ഉണ്ട്, മോട്ടോർ മൈൽ സ്റ്റോൺസും ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ പേരൻസ് നോക്കുന്നത് മോട്ടോർ മൈൽ സ്റ്റോൺസ് ആയിരിക്കും. അപ്പം 3 മാസത്തിലൊരു കുഞ്ഞ് കമന്ന് വീഴണം എന്നായിരിക്കും ഒരു മൈൽ സ്റ്റോൺസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം 3 മാസത്തിൽ കമന്ന് വീഴാത്ത കുട്ടികളും ഉണ്ട്. അപ്പം നമുക്ക് 3 to 4 months കൊടുത്താൽ മതി ഒരു മൈൽ സ്റ്റോൺ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു മൈൽ സ്റ്റോൺ ചെക്ക് ചെയ്യുമ്പം കറക്റ്റ് അതിൽ പറയുന്ന പോലെ തന്നെ വരണം എന്നൊരു വാശി നമ്മൾ പിടിക്കരുത്. കാരണം ചില കുഞ്ഞുങ്ങൾ ഇച്ചിരി സ്ലോ ആയിരിക്കും. ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ ബ്രെയിൻ കപ്പാസിറ്റി ആയിരിക്കും, ഓരോ രീതികളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ 1-2 മാസം ഡിലേ ആയിട്ടായിരിക്കും ചിലപ്പം കമന്ന് വീഴുന്നത്. അതൊരു ഡിലേ ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടാനും പറ്റത്തില്ല. ഈ 3 മാസം കമന്ന് വീഴേണ്ട കുട്ടി വീണില്ല, ഒരു 5 months ആയി എന്ന് വരുമ്പോൾ നിങ്ങൾ കൺസേൺ ആവുക. ആ സമയത്ത് നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നേടുമ്പം അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അല്ലാതെ ഈ പറയുന്ന പോലെ 3 മാസം 4 മാസം ആകുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ച് ഒരുപാട് പാനിക്കായിട്ട് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് നേടേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് നോക്കുക. ഇപ്പം 1 വയസ്സിൽ ചില കുഞ്ഞുങ്ങൾ തന്നെ 1 വയസ്സിൽ പറയേണ്ട വേർഡ് 10 മാസത്തിൽ പറയുന്ന കുട്ടികളുമുണ്ട്. എങ്കിൽ ഇത് തന്നെ 12 മാസത്തിൽ പറയുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ 2 ഡിഫറൻസ് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഒരുപാട് ഡിലേ കാണിക്കുമ്പോൾ ഒരു 3 to 4 months ഗ്യാപ്പ് കാണിക്കുമ്പം നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോവുക, കൺസൾട്ട് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഒരുപാട് നിങ്ങൾ ഗൂഗിളിനെ ഹെൽപ്പും അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നോക്കുമ്പം നിങ്ങളുടെ ഡിസോർഡർ അല്ലെങ്കിൽ പല കണ്ടീഷൻസ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും. അത് നിങ്ങളുടെ ഒരു പാരൻറ്റിങ്ങിനെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഉള്ളൂ, നിങ്ങൾ കൂടുതൽ പാനിക് ആവത്തതേ ഉള്ളൂ. സോ മാക്സിമം നിങ്ങൾ കുറച്ച് ടൈം കുട്ടിക്ക് കൊടുക്കുക. അവരുടെ മൈൽ സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്ത് വരാൻ കുറച്ച് ടൈം അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും.